ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2 സേ സർട്ടിഫിക്കറ്റിനെ പറ്റി ആൻഡ് +2 റീവാലുവേഷൻ റിസൾട്ട്. അതുപോലെ ഈ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ആഡ് ആയിട്ട് വല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന സേ സർട്ടിഫിക്കറ്റിൽ അത് ആഡ് ആയിട്ടുണ്ടാകുമോ? അതുപോലെ ഈ +2 സേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയറൊക്കെ ഇപ്പോൾ +2 സേ എഴുതിയെടുത്ത വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പോൾ ഈ ഇയറിലും വേറെ സബ്ജക്റ്റൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത് തുടങ്ങിയതെല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ ഫസ്റ്റ്ലി നമുക്ക് +2 സേ സർട്ടിഫിക്കറ്റ്. സോ +2 സേ സർട്ടിഫിക്കറ്റ് ഓഗസ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. മേ ബി ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. സോ റീവാലുവേഷൻ +2 സേ റീവാലുവേഷൻ്റെ എല്ലാ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടാബുലേഷൻ വർക്ക്സൊക്കെ റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും ഈ വീക്കിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ സേയിൻ്റെ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ മാർക്ക് സേയിൻ്റെ സർട്ടിഫിക്കറ്റിൽ അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവില്ല. സോ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യേണ്ടി വരും. സോ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ് വഴിയായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഫോം ഉണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. ആൻഡ് രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് നമുക്ക് ചെന്ന് റെഡിയാക്കാൻ പറ്റും. ആൻഡ് ഈ പോസ്റ്റൽ വഴി നമ്മൾ ചെയ്താൽ അതിൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് മേ ബി ഒരു 2 month ഒക്കെ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്നാൽ മേ ബി ആ ദിവസം തന്നെ നമുക്കിത് കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഫോം നമുക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനോട് കോൺടാക്ട് ചെയ്താൽ സാറ് ആ ഫോം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു സിഗ്നേച്ചറും അതിൽ നമ്മുടെ സ്കൂൾ സീലും ആ ഫോമിൽ വേണ്ടി വരും. ആൻഡ് ഈ സേ എക്സാമിന് ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഈ കമ്മിങ് മന്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനൊരു ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ +2കാരൻ്റെ ഒപ്പമുള്ള മാർച്ചിലെ പബ്ലിക് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ആൻഡ് അതിലിപ്പോൾ നിങ്ങൾ ഫെയിലായാൽ നിങ്ങൾക്ക് വരുന്ന ഈ സേ എക്സാമിന് നിങ്ങൾക്ക് റീഅപ്പിയർ ചെയ്യാൻ, അതുപോലെ സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങളുടെ മാർക്സൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുവാനും ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഇയറിൽ സേ എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ മേ ബി നിങ്ങളിപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ സേയിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സേ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യണം. ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങിയതിനൊക്കെ പറ്റി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.